പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവർ, ഇന്നും ഏപ്രിൽ 1 തീയതി ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന
ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാ സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനേ ആദ്യം ജെറുസലേമിൽ പോയപ്പോൾ എനിക്ക് വല്ലാത്ത അനുഭവമായിരുന്നു. കാര്യം ഞങ്ങൾ ഒലിവ് മലയിൽ നിന്ന് അവിടുന്ന് ഈ പനയോല പോലൊരു സാധനമൊക്കെ അടിച്ച് എടുത്തിട്ട് ഒരു കഴുതക്കുട്ടി ഞാൻ കിട്ടിയായിരുന്നു, വെള്ള നിറത്തിലുള്ള കഴുതക്കുട്ടി. അപ്പോൾ ഞാനും വിജയകുമാർ സാറും വേറെ കുറേ ട്രൂപ്പിലൊക്കെ കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഈ കഴുതയും കൊണ്ടാണ് ഒലിവ് മലയിൽ നിന്ന് നമ്മൾ പടിഞ്ഞോട്ട് ഇറങ്ങി. പിന്നെ ഒരു താഴ്വാരത്തിലൂടെ പിന്നെ പടിഞ്ഞോട്ട് കയറിയ പോലെ എനിക്ക് തോന്നിയത്. പടിഞ്ഞോട്ട് കയറുമ്പോൾ ജെറുസലേം ദേവാലയമാണ്, കുറച്ച് നടക്കണം. പക്ഷേ ഈ കുന്നിറങ്ങി വേറെ കുന്നിലോട്ട് കയറുന്ന ഇടയ്ക്കുള്ള ഒരു ബേസം പോലെയൊക്കെ സംഭവില്ലേ, അവിടെ തെക്ക് വടക്ക് നെടുനീളത്തിൽ കുറേ കുഴിമാടങ്ങളാണ്. അപ്പോൾ അവിടെ കുഴിമാടത്തിനൊക്കെ എന്നെ രസം വെച്ചാൽ ഇപ്പോൾ ഭയങ്കര തീ പിടിച്ച വിലയാണ്. ഒരു കുഴിമാടത്തിനൊക്കെ 10 ലക്ഷം രൂപയ്ക്ക്. 10 ലക്ഷത്തിനും കിട്ടിയ ഭാഗ്യം. കാര്യം ഈ കർത്താവ് രണ്ടാമത്തെ ഈശോയുടെ വരവ് അവിടെയാണ് ആദ്യം വരണമെന്നുള്ളതാണ് യഹൂദന്മാരുടെ വിശ്വാസം. അതുകൊണ്ടാണ് അവർ ദേവാലയം കിഴക്കോട്ട് തിരിച്ചു വെക്കണമെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ കിഴക്കുവശത്ത് ഒരു മലയിൽ നിന്നിട്ട് താഴേക്ക് ഇറങ്ങി പടിഞ്ഞോട്ട് കയറി എന്ന് പറയുമ്പോൾ ആ ദേവാലയം കിഴക്കോട്ട് തിരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കുഴിമാടങ്ങൾ എന്ന് പറഞ്ഞാൽ 10,000 കുഴിമാടങ്ങളുണ്ട് അവിടെ. അതാണ്. അപ്പോൾ അവിടെ ഞാൻ ഈ ഓശാന ആയിട്ടാണ് ഇങ്ങനെ ജെറുസലേം ദേവാലയത്തിൻ്റെ കവാടത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ നിന്ന് എന്താ കാര്യത്തിൽ അതാണ് ഹക്കൽ ദാമ എന്ന് പറയുന്നത്. ഹക്കൽ ദാമ നമുക്ക് ആദ്യം മത്തായി 27:3 മുതലുള്ള തിരുവചനങ്ങൾ. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും. ഇത് കണ്ടില്ലേ, അത് ശിക്ഷിക്കുമെന്ന് വിചാരിച്ചില്ലെന്നാ എൻ്റെ അർത്ഥമേ. പക്ഷെ ഒറ്റിക്കൊടുത്താൽ മതി. ശിക്ഷിക്കണയൊക്കെ പിന്നെ ഇത് യൂദാസിന്റെ പരിധിയിലുള്ള കാര്യങ്ങളല്ല. അതാണ് വിഷയം. അവൻ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണിമാരെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അവർ അവനോട് പറഞ്ഞു, അതിന് ഞങ്ങൾക്കെന്ത്? അത് നിന്റെ കാര്യം. വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടി ഞാന്ന് ചത്തു. പ്രധാന പുരോഹിതന്മാർ ആ വെള്ളി നാണയങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് രക്തത്തിന്റെ വിലയാകയാൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് അനുവദനീയമല്ല. അതുകൊണ്ട് അവർ കൂടി ആലോചിച്ച് ആ പണം കൊടുത്ത് വിദേശീയരെ സംസ്കരിക്കാൻ വേണ്ടി കുശവന്റെ പറമ്പ് വാങ്ങി. അത് ഇന്നും രക്തത്തിന്റെ പറമ്പ് എന്നറിയപ്പെടുന്നു. അതാണ്. ആ പറമ്പിലാണ് ഈ കുഴിമാടങ്ങൾ കണ്ടു എന്ന് പറഞ്ഞില്ലേ. അതിനെക്കുറിച്ച് നടപടി പുസ്തകം പിന്നെയും വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ കാണാം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട്. ഇത് എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു വചനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ അന്നാസും കയ്യഫസും കൂടി യൂദാസ് എറിഞ്ഞു കളഞ്ഞ നാണയം എടുത്തിട്ട്, അത് വെള്ളി നാണയങ്ങളാണ്, എടുത്തിട്ട് അവർ എന്താ ചെയ്യണത്? ഇത് രക്തത്തിൻ്റെ വിലയാണെന്ന് പറഞ്ഞു.
കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് കൊടുത്ത് വിദേശീയരെ സംസ്കരിക്കാൻ വേണ്ടി ഒരു പറമ്പ് വാങ്ങാം. അപ്പോൾ അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? വിജാതി യഹൂദന്മാരല്ലാത്ത ആൾക്കാർ. ഇപ്പം കർത്താവിൻ്റെ തിരുരക്തം ചൊരിഞ്ഞതിന് യഹൂദര് അല്ലാത്ത ആൾക്കാരും ആ കർത്താവ് നേടിയെടുത്ത രക്ഷയുടെ ഭാഗഭാക്കുകളാകുന്നുണ്ട്. വിദേശീയരെന്നാണ് പറയണമെന്നുണ്ടെങ്കിലും വിജാതിരെന്നാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. അപ്പോഴേ ഈശോ മംഗളവാർത്ത സമയത്ത് ഈശോയെക്കുറിച്ച് പറഞ്ഞെന്താണ്? അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. പക്ഷേ ആ പാപങ്ങളിൽ നിന്ന് മോചിക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് എങ്ങനെയാണ്? സകല ജനങ്ങൾക്കും വേണ്ടിയാണത്. സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടാണ് അതിൻ്റെ പാപമോചനം വരണത്. അപ്പോൾ അതിനകത്ത് സ്വജാതിരും പെടും, വിജാതിരും വരും, സ്വദേശീയരും വിദേശീയരും ഉണ്ടാകും. അപ്പം അറിഞ്ഞും അറിയാതെയൊക്കെ സുവിശേഷം വ്യാപകമായ രീതിയിൽ ആഗോളപരമായിട്ട് ജന്മാന്തരങ്ങളിലൂടെയുള്ള കർത്താവിൻ്റെ രക്ഷയെ വളരെ നിശബ്ദവും എന്നാൽ വളരെ ശബ്ദമുഖരിതമായിട്ടും രക്ഷയെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനി രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ സഭ അക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് വെള്ളിയാഴ്ച നമ്മൾ കുരിശാരോഹണത്തിന് മുമ്പ് സഭ അക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞും അറിയാതെയും ഒക്കെ ഈ രക്ഷയുടെ പരിധിയിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള ആദിമസഭയുടെ വിശ്വാസമാണ്, അനുഭവ വിശ്വാസം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പാപങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയായിരിക്കണം ഈ വിശുദ്ധ വാരത്തിൽ നമ്മൾ എല്ലാവരും നമ്മൾ ചെയ്യുന്ന എല്ലാ ക്രിസ്തുവിൻ്റെ വഴികൾ, പള്ളികളിലുള്ള കബറിടങ്ങളിലുള്ള പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ കുരിശുമുത്തൽ, കുരിശാരാധനം, ഇങ്ങനെയുള്ള എല്ലാ സംഭവവും, ദിവ്യകാരുണ്യ സ്വീകരണം, ദിവ്യകാരുണ്യ ആരാധന, ഇതെല്ലാം മറ്റുള്ളവർ കൂടി വിശ്വാസം സ്വീകരിക്കാൻ, കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ, ഒരു മതം മാറുക എന്നല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് മനസ്സുകൊണ്ട് ഈശോവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ പറ്റും. മറ്റു മാർഗങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ വിശ്വാസം ദൈവമല്ലേ കാണുന്നത്. പക്ഷേ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എല്ലാ തിന്മകളിൽ നിന്നും സന്ധിയില്ലാത്ത രീതി, സന്ധി ചെയ്യാതെ സുവിശേഷ ചൈതന്യം ഉൾക്കൊണ്ട് ക്രിസ്തുനാമത്തിൽ സാക്ഷിയായിട്ട് ജീവിക്കാൻ ഇടയാക്കണം. അപ്പം ദൈവസ്നേഹവും ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസിക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കാലയളവാണ് വിശുദ്ധ വാരം. പക്ഷേ നിങ്ങളതെല്ലാം മറ്റുള്ള മനുഷ്യരെ വിശ്വാസം സ്വീകരിക്കാൻ, അത് ഏറ്റവും വലിയ വിഷയം വെച്ചാൽ നമ്മൾ തന്നെ നമുക്കത് മനസ്സിലാവാത്തതിൻ്റെ കാരണം ചിലർ ഇപ്പം മറ്റുള്ളൊരു വിശ്വാസം ഇപ്പം നമ്മൾ തന്നെ ഗതികേട് കൊണ്ട് ഈ വിശ്വാസം സ്വീകരിച്ച് ചില ആൾക്കാർ ഗതികെട്ട് നടക്കണില്ലേ? വിശ്വാസം ജീവിക്കാത്തത് കൊണ്ടാണ്. അവർ വിശ്വാസം ജീവിക്കണില്ല, അവർക്കൊരു വിശ്വാസം ഉണ്ട്, പക്ഷെ അത് വിശ്വാസം ജീവിക്കാത്തത് കൊണ്ട് അവർക്ക് വിശ്വാസം കൊടുക്കാനുള്ള കൃപയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വിശ്വാസം കൊടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യാത്തതിൻ്റെ കാരണം. മറ്റുള്ളവർ വിശ്വാസം കൊടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യണില്ലല്ല. കേരള സഭയാണെങ്കിലും ഭയങ്കരമായ രീതിയിൽ പ്രാർത്ഥനയും ധ്യാനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി വാട്ട് ദേ ആർ ഡൂയിങ് ടു ട്രാൻസ്ഫർ ദ ഫെയ്ത്ത്, എന്താണ് കോൺക്രീറ്റായിട്ട് അവർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ ഇല്ല. ശരിക്കും പറഞ്ഞു ഉടമ്പടി എടുത്ത ആൾക്കാർ ചെയ്യുന്നുണ്ട്, ആ വിശ്വാസം കൈമാറുന്നത് കറക്റ്റായിട്ട് കൈന്ന് മാറും. അപ്പം ഉടമ്പടി എടുത്തവർ അത് ഉറച്ചു നിൽക്കുകയും മറ്റുള്ളവരെ തങ്ങളുടെ വിശ്വാസം കൈമാറാൻ വേണ്ടി വിശുദ്ധ വാരം ഉപയോഗിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.